സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് ഉടമസ്ഥാവകാശം ഉറപ്പാക്കണം എന്നാണ് മുനമ്പം സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത്. കടലിൽ ഇറങ്ങി സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. സർക്കാർ കമ്മീഷനെ നിയമിച്ചത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയെന്ന ആക്ഷേപമുണ്ട്. സമരസമിതി നടത്തുന്ന റിലേ നിരാഹാര സമരം 156 ദിവസം പിന്നിട്ടു. മുനമ്പത്ത് പ്രതിഷേധം കടുത്തതിനു പിന്നാലെയാണ് വിഷയം പഠിക്കാൻ കമ്മീഷനെ സർക്കാർ നിയമിച്ചത്. ഒരു താൽക്കാലിക രക്ഷപ്പെടൽ. മുനമ്പം ഭൂമി തർക്കം പരിഹരിക്കാൻ സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന രാമചന്ദ്രൻ നായർ കമ്മീഷനെതിരെയാണ് ഹൈക്കോടതിയുടെ വിധി. ഇതിന് മറുപടി പറയേണ്ടതും സർക്കാർ തന്നെയാണ്. അടുത്ത നടപടി എന്തായിരിക്കും? ഞങ്ങളുടെ ജീവൻ ഇവിടെ പണയം വെക്കേണ്ടി വന്നാലും രക്തച്ചൊരിച്ചിൽ ഇവിടെ ഉണ്ടാകേണ്ടി വന്നാലും ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങളുടെ സ്ഥലം ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പോകൂല. കമ്മീഷനെതിരെ ആദ്യം പ്രതിഷേധക്കൊടി ഉയർത്തിയ സമരസമിതി മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് സഹകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നിരാശയാണ് ഫലം. ഞങ്ങൾക്ക് അന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. അന്നും ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇരുന്ന ആളെ എല്ലാവരും കരുതിയിരുന്നത്. ഇവര് ഈ ഭരണക്കാര് ഇതാണ് ചെയ്യുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല. സാധാരണപ്പെട്ടവന് ഒരു കൂട്ടം ചെയ്യില്ല. ഇവര് ഭൂസംരക്ഷണ സമിതി സംയുക്ത യോഗം ചേർന്നു. സർക്കാർ നിലപാടിനെതിരെ കടലിലിറങ്ങി സമരം ചെയ്യാനാണ് നീക്കം. വഖഫ് ഭൂമിയാണെന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന് 610 കുടുംബങ്ങളാണ് മുനമ്പത്ത് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളെന്ന് ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇനിയും അകലെയാണ്. മുനമ്പത്തെ ഭൂമി തർക്കത്തിൽ 3 മാസത്തിനുള്ളിൽ പഠിച്ചു റിപ്പോർട്ട് നൽകുമെന്നായിരുന്നു ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ ഉറപ്പ്. എന്നാൽ ഇപ്പോൾ കമ്മീഷനുമില്ല, റിപ്പോർട്ടുമില്ല. തങ്ങളിനി എന്തു ചെയ്യണമെന്ന ചോദ്യമാണ് മുനമ്പത്തെ ജനത ഒന്നാകെ ചോദിക്കുന്നത്. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വഖഫ് ബില്ലിലാണ് അവരുടെ പ്രതീക്ഷ. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ബില്ലിനെ പിന്തുണക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. കൊച്ചിയിൽ നിന്ന് മാഹിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. പ്രതിഷേധം ശക്തമാക്കാനാണ് മുനമ്പത്തെ സമരസമിതിയുടെ തീരുമാനം. പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങളിത് അവസാനിക്കുന്നത് വരെ, ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് കിട്ടുന്നത് വരെ, ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയാണിത്. ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മേടിച്ച ഭൂമിയാണ് 36 വർഷങ്ങൾക്ക് മുമ്പ്. ഇനി അത് ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അന്നേ ചോദിച്ചതുമാണ് ഈ വിഷയത്തിൽ. ഇത് 3 മാസക്കാലം കൊണ്ട് റിപ്പോർട്ട് തന്നെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ റിപ്പോർട്ടും കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ 3 മാസക്കാലത്തിനുള്ളിൽ അതിനെ പെട്ടിയിലാക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. അന്നും ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇരുന്ന ആളെ എല്ലാവരും കരുതിയിരുന്നത്. ഇവര് ഈ ഭരണക്കാര് ഇതാണ് ചെയ്യുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല. സാധാരണപ്പെട്ടവന് ഒരു കൂട്ടം ചെയ്യില്ല. ഇവര് സമരം ചെയ്തു ഞങ്ങളുടെ ഭൂമിയുടെ ഇത് ഞങ്ങൾ നേടിയെടുക്കും തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സർക്കാർ കൊണ്ടുവന്ന് ഇപ്പം ഞങ്ങൾക്ക് തോന്നണില്ല. ഇന്നത്തെ ഈ ഇത് കേട്ടിട്ട് അസാധ്യം ആയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നണത്. സർക്കാരിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല.